ജീവിതത്തിൽ ഒരല്പം പോലും ജീവിതം ബാക്കിയില്ലെന്ന് തോന്നി തുടങ്ങുമ്പോൾ KSRTC ബസ്സിൽ വെറുതെ യാത്ര ചെയ്യണം. ഒടുവിലത്തെ സീറ്റിൽ ആരെങ്കിലും കാണുമോ എന്ന് പേടിച്ച് കയ്യിൽ മുറുകെ പിടിക്കുന്ന യൂണിഫോം ഇട്ട കൗമാരക്കാരെ ഒളിഞ്ഞു നോക്കണം. അവളുടെ കണ്ണിലെ കൗതുകവും അവന്റെ കണ്ണിലെ വാത്സല്യവും അതുപോലെയുണ്ടെന്ന് മറ്റാരും കാണാതെ ഉറപ്പുവരുത്തി അടുത്ത സ്റ്റോപ്പിലിറങ്ങി തിരിച്ചു നടക്കണം. ജീവിതം നിറയെ മുറിവുകളാണെന്ന് തോന്നുന്ന ചെന്നിക്കുത്തിന്റെ നേരത്ത് വീടിനടുത്തുള്ള ഇടവഴികളിലൂടെ ഇലയനക്കാതെ നടക്കുമ്പോൾ അപരിചിതമായ ഒരു ഓടിട്ട വീടിനു മുന്നിൽ പെറ്റിക്കോട്ടിട്ട ഒരു കൊച്ചു പെൺകുട്ടി പണി കഴിഞ്ഞെത്തിയ അപ്പനോട് കഥ പറയാൻ കൊഞ്ചുന്നുണ്ടെന്നും മടിയിൽ കിടന്ന അപ്പന്റെ ആകാശവും കഥയും കേൾക്കാൻ വാശി പിടിക്കുന്നുണ്ടെന്നും ഒളിച്ചു നോക്കി ഉറപ്പിക്കണം. എന്നിട്ട് വേഗം തിരിച്ചു നടക്കണം. ആരും സ്നേഹിക്കാനില്ല ഈ ജീവിതത്തിലെന്ന് പൊള്ളിപ്പിടയുന്ന നേരം പഴയ പുസ്തക കൂമ്പാരത്തിൽ തിരയണം. 4ാം ക്ലാസ്സിലെ നോട്ട്ബുക്കിൽ നമ്മുടേതല്ലാത്ത അക്ഷരങ്ങളിൽ നമ്മുടെ പേരെഴുതി വെച്ചത് ആരാണെന്ന് അത്ഭുതപ്പെടണം. പിന്നെയും തിരിഞ്ഞ് 7ാം ക്ലാസ്സിലെ ഗ്രൂപ്പ് ഫോട്ടോയിൽ എത്ര മാഞ്ഞിട്ടും മായാതെ ഒട്ടും ബലിഷ്ടമല്ലാത്ത ഒരു കൈ പഴയ പോലെ തോളിൽ ചുറ്റി പിടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ ഇരുട്ടു നോക്കിയിരിക്കണം. ഭൂമിയിൽ ക്രൂരതയും തിന്മയും കൊടികുത്തി വാഴുന്നുവെന്ന് ഗദ്ഗതം തോന്നുന്ന രാത്രി വെറും നിലത്തോ പായിലോ വിയർപ്പ് മണക്കുന്ന കുപ്പായമിട്ട് അമ്മ കിടന്നുറങ്ങുന്നത് നോക്കിയിരിക്കണം. അമ്മയുടെ വിയർപ്പിന് ഇപ്പോഴും മണമുണ്ടെന്ന് കരളിൽ എഴുതണം. ജീവിതം ഒരല്പം പോലും ബാക്കിയില്ലെന്ന് തോന്നുന്ന ഗതികെട്ട നേരത്ത് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി കുളിക്കാൻ വേണ്ടിയല്ലാതെ കുളിമുറിയിൽ കയറണം. കാരണങ്ങളില്ലാതെ പൊട്ടിക്കരയാനും മൂളിപ്പാട്ട് പാടാനും ഇനിയും കഴിവ് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന തിരിച്ചറിവിനെ സോപ്പ് വെള്ളത്തിനൊപ്പം കുടിച്ചിറക്കണം. എന്നിട്ടും ജീവിതം ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ കണ്ണുപൊട്ടുന്നൊരു ചീത്ത ജീവിതത്തിന്റെ കണ്ണിൽ നോക്കി പറഞ്ഞിട്ട് പെരുമഴയത്തിറങ്ങി വഴിതെറ്റി നടക്കണം. രാവിരുണ്ടിട്ടും തിരികെ കയറി ചെല്ലാതെ ജീവിതത്തെ ആദ്യമായും അവസാനമായും പറ്റിക്കണം. കണ്ണടയ്ക്കാതെ ജീവിതം ഞാനൊരാളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് അത്ഭുതം കൂറണം. ശരീരവേദന കൊണ്ടല്ലാതെ മധുരം കൊണ്ട് പൊട്ടിക്കരയണം.